ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുട്ടികളുടെ ഹെൽത്തി വെയ്റ്റ് ഗെയിനിങ്ങിന് സഹായിക്കുന്ന ഒരു പ്യൂറി റെസിപ്പിയാണ്. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ നോക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ളൊരു കുറുക്കാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നേന്ത്രപ്പഴം എന്ന് പറയുന്നത് ഒരു നല്ല വെയ്റ്റ് ഗെയിനിങ് ഫുഡാണ്. വെയ്റ്റ് ഗെയിനിങ്ങിന് മാത്രമല്ല, അതിന് ധാരാളം മറ്റ് ഗുണങ്ങളുമുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഓടിച്ചൊന്ന് പറയാം. ധാരാളം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡാണ് നമ്മുടെ നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. അതിനകത്ത് ധാരാളം പൊട്ടാഷ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ വൈറ്റമിൻ B6 ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഹെൽത്തി ആയിട്ടുള്ള ബോൺ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിനെ സ്ട്രെങ്തൻ ചെയ്യാനും ബ്രെയിൻ ഫങ്ഷനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒരു ഫുഡാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. മാത്രമല്ല വൈറ്റമിൻ C അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുകയും കുട്ടികളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനും അത് സഹായിക്കുന്ന ഒരു ഫുഡാണ്. നമ്മൾ ഏതാണ്ട് 6 മാസം കഴിയുമ്പോഴാണ് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പഴം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫുഡ് തന്നെയാണ്. പക്ഷെ ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ചെറുപഴമൊക്കെയാണ്. മാത്രമല്ല അത് തയ്യാറാക്കുന്ന രീതിയും ഏത്തപ്പഴം പ്യൂറി തയ്യാറാക്കുന്ന രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഫ്രൂട്ട് പ്യൂരീസിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 5 തരം ഫ്രൂട്ട്സിൻ്റെ പ്യൂറി ഉണ്ടാക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്ത് ഏത്തപ്പഴം നമ്മൾ കാണിച്ചിട്ടില്ല. അപ്പോൾ അതിനകത്ത് പഴം പ്യൂറി ചെയ്യുന്ന കണ്ടിട്ട് ഒരുപാട് കമൻസും ക്വസ്റ്റ്യൻസും വന്നത് ഏത്തപ്പഴം ഈ ഒരു രീതിയിൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ചെറുപഴം കൊടുക്കുന്ന പോലെ അല്ല ആ ഒരു സമയത്ത് നമ്മൾ ഏത്തപ്പഴം കൊടുക്കേണ്ടത്. അതിന് വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ചെറുപഴം കൊടുക്കുന്ന രീതിയിലാണ് ഏത്തപ്പഴം കൊടുക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. മാത്രമല്ല ചില കുട്ടികളിൽ ഏത്തപ്പഴം നമ്മൾ കൊടുക്കുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ എങ്ങനെ നോക്കാം എന്നുള്ളതും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അത്യാവശ്യം പഴുത്ത ഒരു ഏത്തപ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും വലിയ പഴമൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു പകുതി പഴമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഇത്രയും ഒരു വലിയ പഴത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ തോലോടുകൂടി തന്നെയാണ് ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഞങ്ങളുടെ ഇഡ്ഡലി പോട്ടാണ്. അപ്പോൾ ഇഡ്ഡലി പോട്ട് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു സ്റ്റീമർ പ്ലേറ്റാണ്. ഇതിനകത്ത് തന്നെയാണ് ഞാൻ എല്ലാം ഫ്രൂട്ട് പ്യൂരീസ് തയ്യാറാക്കുമ്പം സ്റ്റീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും, ഇതെന്തുകൊണ്ടാണ് സ്റ്റീം ചെയ്യുന്നത്, ബോയിൽ ചെയ്താൽ പോരെ എന്ന്. ബോയിലും ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷേ സ്റ്റീം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് മാക്സിമം റീറ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്റ്റീം ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുക. സ്റ്റീം ചെയ്യാനായിട്ട് ഏതാണ്ട് ഒരു 10 to 15 minutes എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതെടുത്തിനി തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്യൂരി ആക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ തൊലി ആദ്യം ഒന്ന് കളയുക. അത് കഴിഞ്ഞ് ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിനകത്ത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ഒരു കുരുവില്ലേ നടുക്കുള്ളത്, അത് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇനി ഇത് നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതൊന്ന് മാഷ് ചെയ്യുന്നതിന് മുൻപ് നെടുകെ ഒന്ന് കീറിയിട്ട് ഈ കുരുവിൻ്റെ പോർഷൻ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് ഫോർക്ക് ഉപയോഗിച്ച് മാഷ് ചെയ്തെടുക്കാം. ഞാനിപ്പം രണ്ടാമതാണിത് മാറ്റിയിട്ടുള്ളത്. നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. കാരണം ഈ സീഡ്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതെടുത്ത് മാറ്റുന്നത്. അതുപോലെ തന്നെ 6 മാസത്തിലൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് സ്മൂത്ത് പ്യൂറി ആക്കി കൊടുക്കാം. പക്ഷേ ഏതാണ്ട് ഒരു 8-9 മാസമൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്മൂത്തായിട്ട് പ്യൂറി ആക്കാനൊന്നും പാടില്ല. ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് ഉടച്ച് അല്ലെങ്കിൽ ഫോക്ക് കൊണ്ട് ഉടച്ച് തന്നെ കൊടുക്കുക. പിന്നെ ചേർക്കുന്നത് ഒരല്പം നെയ്യാണ്. ഇതും 8 മാസത്തിൽ കൂടുതലുള്ള കുട്ടികളാണെങ്കിൽ മാത്രമേ നമ്മൾ ചേർക്കാനായിട്ട് പാടുള്ളൂ. ഇത് ഹോം മെയ്ഡ് ഗീ ആണ്. മാത്രമല്ല കൈകൊണ്ട് കടഞ്ഞെടുത്ത് വീട്ടിലുണ്ടാക്കിയെടുത്ത നെയ്യാണ്. വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കാനായിട്ട് പറ്റും. അതിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കാണുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നെയ്യാണ് കുട്ടികൾക്ക് ഏറ്റവും നല്ലത്.
അപ്പോൾ അതിൻ്റെ ഒരു 1/4 ടീസ്പൂണാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നെയ്യുടെ എമൗണ്ടും നമ്മുടെ കുട്ടികളുടെ പ്രായത്തിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഈ നെയ്യ് ചേർക്കുന്നത് ഹെൽത്തി വെയ്റ്റ് ഗെയിനിങ്ങിനെ സഹായിക്കുന്ന ഒരു ഫുഡ് ആയതുകൊണ്ടും അതുപോലെ തന്നെ കുട്ടികൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഇത് സഹായിക്കുന്ന ഒരു ഫുഡ് ആയതുകൊണ്ടാണ്. ഈ ഒരു രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇത് കഴിക്കുന്നതുകൊണ്ട് അധികം കോൺസ്റ്റിപ്പേഷനൊന്നും വരില്ല. അപ്പോൾ അത് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് കൊടുക്കാം. നിങ്ങളുടെ കുട്ടികൾക്ക് ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള പ്യൂരിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അല്പം ബ്രസ്റ്റ് മിൽക്കോ ഫോർമുല മിൽക്കോ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതുപോലെ മാഷ് ചെയ്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണെന്നുള്ളത് ഞാൻ പറയാം. ഞങ്ങൾ ഏതാണ്ട് ഒരു 8 മാസം മോൾക്കായ ശേഷമാണ് നേന്ത്രപ്പഴം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആദ്യം 6 മാസത്തിൽ ചെറുപഴം തന്നെയാണ് കൊടുത്തിരുന്നത്. അത് ചെയ്യുന്ന റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. മറ്റ് റെസിപ്പീസായ റാഗി, കണ്ണങ്കായയുടെ കുറുക്ക്, ഇതൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ കൊടുത്തിരുന്നത്. അതിനുശേഷം ഏതാണ്ട് ഒരു 8 മാസം കഴിഞ്ഞിട്ടാണ് നേന്ത്രപ്പഴം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ചെറിയ രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്ന് സോളിഡ് ഫുഡ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞങ്ങൾ ഈ നേന്ത്രപ്പഴം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. മാത്രമല്ല, ഈ ഒരു നേന്ത്രപ്പഴം നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം കോൺസ്റ്റിപ്പേഷൻ പോലത്തുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് 3-day വെയിറ്റ് റൂൾ വല്ലതും ഫോളോ ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യുക. പക്ഷേ ഒരു കുഴപ്പമില്ല, കുട്ടികൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫുഡ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.